അവിസ്മരണീയമായ വിധം ഗീതാഞ്ജലി നടത്തുവാൻ ഹൃദയവും സാഹചര്യവും ഒരുക്കി തന്ന ജഗദീശ്വരനോട് നന്ദി പറയട്ടെ. വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും വളരെ വിദൂരങ്ങളിൽ നിന്ന് ഇന്ന് ഈ സംഗീത നൃത്തോത്സവം വിജയപ്രദമാക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കലാകുടുംബാംഗങ്ങൾക്കും ഗീതാഞ്ജലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഗീതാഞ്ജലി നടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് ഗീതാഞ്ജലിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഗീതാഞ്ജലി, എന്താണ് അവിടെ നടക്കുന്നതെന്ന്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഗീതാഞ്ജലി എന്ന സംഗീതോത്സവം ഇവിടെ UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന കലാകാരന്മാർ കൂർത്തിണക്കി നടത്തുന്ന ഒരു സംരംഭമാണ്. ആദ്യകാലങ്ങളിൽ ശ്രീ വെങ്കടേശ്വരമൂർത്തിക്ക് മുന്നിൽ നമുക്ക് കിട്ടിയിട്ടുള്ള കലാനാട്യ വിരുദിനെ, അനുഗ്രഹത്തിനെ ദക്ഷിണയായി സമർപ്പിക്കുന്നതാണ് ഈ ഗീതാഞ്ജലിയുടെ പ്രധാന ഉദ്ദേശം. സംഗീതം, നടനം ഇവയെല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗങ്ങളാണ്. ദേവനിർമ്മിതമാണ്. സംഗീതം ദേവഭാഷയാണ്. എല്ലാ ആൾക്കാർക്കും പാടുവാനുള്ള കഴിവ് ജഗദീശ്വരൻ കൊടുത്തിട്ടില്ല. അത് ജഗദീശ്വരൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു ഫ്രീക്വൻസിയെ അവിസ്മരണീയമാവുന്ന വിധം ചിട്ടപ്പെടുത്തി ആ രാഗങ്ങളും താളങ്ങളും ചേർത്ത് പാടുമ്പോൾ അത് അതിമധുരമാകുന്ന സംഗീതമാകുന്നു. അത് പഠിച്ചും പഠിക്കാതെയും പലർക്കും കിട്ടിയിട്ടുണ്ട്. അത് സാക്ഷാൽ ജഗദീശ്വരനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം മാത്രമാണ്. ഇതുപോലെ തന്നെയാണ് നടനവും. ഗീതാഞ്ജലി എന്ന സംഗീതോത്സവത്തിന് പ്രചോദനമായിട്ടുള്ള 2-3 വസ്തുതകൾ: ഒന്ന് ചെമ്പൈ സംഗീതോത്സവം, 2 ത്യാഗരാജ സംഗീതോത്സവം. ഇവയൊക്കെ നമ്മുടെ ഓർമ്മകളിൽ മാത്രം നിലനിൽക്കുന്ന ചില ആഘോഷങ്ങളും ഉത്സവങ്ങളുമാണ്. ഒരുപക്ഷെ നമുക്ക് അതിൽ പങ്കെടുക്കുവാനോ കാണുവാനോ ഉള്ള ഭാഗ്യം ഉണ്ടാകാതിരുന്നിട്ടുണ്ടാവാം, ഉണ്ടായിട്ടുണ്ടാവാം. അതിന് സമാന്തരമായിട്ടുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഗീതാഞ്ജലി എന്ന പരിപാടി കൊണ്ട് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ മഹത് വ്യക്തികളായ സംഗീതത്തിൻ്റെ ഇന്ന് നാം കാണുന്ന മഹാഗുരുക്കളിൽ ഒരാളായ ശ്രീ ബാലമുരളി കൃഷ്ണ, അതുപോലെ തന്നെ നർത്തനത്തിൽ അതിപ്രഗഭയായ പത്മശ്രീ ശോഭന, വലിയ വലിയ കലാകാരന്മാർ വന്ന് നർത്തനവും സംഗീതവും നടത്തിയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇത്. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ 2 വാക്ക് സംസാരിക്കുന്നതും ഒരു നർത്തനം ചെയ്യുന്നതും ഒരു പാട്ട് പാടുന്നതും തന്നെ അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹമായിട്ട് ഇതിനെ കരുതുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹത്തിനെ ദക്ഷിണയായിട്ട് സാക്ഷാൽ ജഗദീശ്വരൻ്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് ഇതിൽ കൂടി അർത്ഥമാക്കുന്നത്. ഇനിയും വരുന്ന കാലങ്ങളിലൊക്കെയും അതിഗംഭീരമായിട്ട് തന്നെ വീണ്ടും വിജയകരമായിട്ട് ഈ സംഗീത നൃത്തോത്സവം നടത്തുവാനും ജഗദീശ്വരൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുള്ള 3 വ്യക്തികളാണ്. ഒന്ന് മിസ്റ്റർ ദിലീപ് കുമാർ, 2 മിസ്റ്റർ സേതു, 3 മിസ്റ്റർ ഉണ്ണിപ്പിള്ള. എല്ലാ പ്രാവശ്യവും ഇതിൻ്റെ പിന്നിൽ കുറേ സാമ്പത്തികമായിട്ടുള്ള ചിലവുകളുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ ഓരോരുത്തരും സ്വമനസാലെ ഓഫർ ചെയ്യുകയാണ്.
ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രാവശ്യവും അതിൻ്റെ സമയമാകുമ്പോൾ അതിന് നിയോഗിക്കപ്പെട്ടവർ എത്തപ്പെടുകയും അത് നടത്തുകയും ചെയ്യും. എന്തായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല. നമ്മളുടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഇന്ന് വന്നിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഗീതാഞ്ജലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി ആങ്കർ ചെയ്യുന്നത് മിസ്റ്റർ ഹരീഷാണ്. ഹരീഷിനെ അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. വളരെയധികം പ്രഗത്ഭരായ ഗായകന്മാരും ഗായികമാരും എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല ഡാൻസേഴ്സ് ഉണ്ട്. അരങ്ങേറ്റം വരെ നടക്കുന്ന ഒരു വേദിയാണ് ഇന്ന് ഇത്. നമ്മുടെ പരിപാടികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഗീതാഞ്ജലിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ശ്രീ സാഗ സുരേഷ് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ ഒരു ശ്ലോകത്തോടു കൂടി നമുക്ക് ഈ പരിപാടികൾ ആരംഭിക്കാം. ഈ ശ്ലോകത്തിന് വേണ്ടി ഞാൻ ശ്രീ ദിലീപ് ലെസ്റ്റർ അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.